കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മുഹമ്മദ് ഫായിസിൻ്റെ ബന്ധുവാണ് എൻ്റെ കൂടെ ഉള്ളത്. എന്താണ് ഫായിസിൻ്റെ അവസ്ഥ? ഇല്ല, റെഡിയാവും. ക്രിട്ടിക്കലിലാണ്, മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഒബ്സർവേഷനിൽ 48 മണിക്കൂർ ഇടണം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് സംസാരിച്ചിട്ടുള്ളത്. നമ്മളെ കേരളത്തിൽ നിന്ന് ആരോഗ്യ ഡോക്ടർമാർ വന്ന് സംസാരിച്ചു. അപ്പോൾ അവരും കുഴപ്പമൊന്നുമില്ല, റെഡിയാവും എന്നുള്ള പറഞ്ഞു. ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് പരിക്കുകൾ പറഞ്ഞത്? പരിക്കുകൾ അതായത് ലെൻസിന് ചെറിയൊരു കംപ്ലൈൻറ്റ്, പിന്നെ ചതവ്, അതായത് നട്ടലിന് ചെറിയൊരു ചതവും, അതുപോലെ അതായത് കിഡ്നിക്ക് ചെറിയൊരു ചതവും സംഭവിച്ചിട്ടുണ്ട്. വേറെ ഇഷ്യൂസുകളൊന്നുമില്ല, റെഡിയാവും. ഏതായാലും 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട്. ഒബ്സർവേഷനിലാണ്. മറ്റുള്ള ആളുകളുടെ ആ രണ്ടുപേരുടെ അവസ്ഥ? രണ്ടുപേര് തന്നെ നൗഷാദ്, നിഷാദ് പറഞ്ഞ മൂപ്പര് അവിടെ ഉണ്ട്, അടുത്തുണ്ട്. അതുപോലെ ആ കുട്ടിയുണ്ട്, കുട്ടീൻ്റെ കാലിനാണ് കംപ്ലൈൻ്റ് ഉള്ളത്. പിന്നെ മുറി സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നൗഷാദിൻ്റെ അവസ്ഥയും തന്നെ ലെൻസിനാണ് കംപ്ലൈൻറ്റ്. പിന്നെ മുഖത്തുള്ള എല്ലുകളൊക്കെ പൊട്ട് സംഭവിച്ചിട്ടുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ. പ്രതീക്ഷ ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ നിമിഷവും നമ്മൾ പ്രതീക്ഷയുടെ പാതയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടി DMOയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറത്ത് നിന്നൊരു മെഡിക്കൽ ടീം തന്നെ, 5 അംഗ മെഡിക്കൽ ടീം തന്നെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. തഹസിൽദാർ ഉൾപ്പെടെ ഈ ടീമിലുണ്ട്. അവരും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവരും പറഞ്ഞത് അവരൊക്കെ തന്നെ ഈ ചികിത്സയിലുള്ള 3 പേരും ജീവിതത്തിലേക്ക് സുഖകരമായി തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് വേണ്ട എല്ലാ ചികിത്സയും തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ചേർന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ സുഖകരമായി ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 48 മണിക്കൂർ ഇനി നിരീക്ഷണത്തിൽ ഇരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരീക്ഷണം ഇപ്പോഴും ഈ ICUയിൽ തുടരുകയാണ്. മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള ഒരു അപാകതകൾ തോന്നുകയാണെങ്കിൽ അതിന് വേണ്ട ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആ 3 പേരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എത്രയും പെട്ടെന്ന് അവർക്ക് സാധിക്കട്ടെ. ഈ 48 മണിക്കൂറിന് ശേഷം അവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് നമ്മുടെ കേരളത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ട സംവിധാനങ്ങൾ കൂടി ചെയ്യും എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്.